ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കിങ്ങിന് പകർച്ചവ്യാധി പിടിപെട്ടു എന്ന് സൂയൻഷി പറഞ്ഞ കള്ളം വിശ്വസിച്ച് മിനിസ്റ്റേഴ്സ് എല്ലാവരും കിങ്ങിന്റെ ആരോഗ്യത്തെപ്പറ്റി അന്വേഷിക്കാൻ കിങ്ങിന്റെ പാലസിലെത്തി. മിനിസ്റ്റേഴ്സിൽ പകുതിയിൽ കൂടുതൽ പേരും കിങ്ങിന്റെ വിശ്വസ്തരായതുകൊണ്ട് തന്നെ സൂയൻഷിയെ വിശ്വാസമില്ലാത്തതുകൊണ്ട് പ്രിൻസ് ഹീച്ചിങ്ങിനോടാണ് അവർ കിങ്ങിന്റെ ആരോഗ്യത്തെപ്പറ്റി തിരക്കിയത്. മിനിസ്റ്റർ സൂയിയുടെ ട്രാപ്പിൽപ്പെട്ട പ്രിൻസ് ഹീച്ചിങ് കിങ്ങിനോടുള്ള ഇഷ്ടം കൊണ്ടും കുറ്റബോധം കൊണ്ടും ഒന്നും മിണ്ടാതെ സൈലന്റായി നിന്നപ്പോൾ മിനിസ്റ്റർ സൂയിയുടെ വിശ്വസ്തനായ ഇംപീരിയൽ ഡോക്ടർ പറയുന്നു, കിങ്ങിന്റെ ലങ് ഡിസീസ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ മോശമായി. ഇനി 2 ദിവസത്തിനുള്ളിൽ കിങ് ഉണർന്നില്ലാന്നുണ്ടെങ്കിൽ കിങ്ങിനെ നമുക്കിനി കിട്ടില്ല എന്ന് അയാൾ പറയുന്നു. അത് കേട്ട് പരിഭ്രാന്തരായി നിൽക്കുന്ന മിനിസ്റ്റേഴ്സിനെ കണ്ടിട്ട് സാഹചര്യം മുതലാക്കി മിനിസ്റ്റർ സൂയി പറയുന്നു, കിങ്ങിന് പകരം വേറൊരു കിങ്ങിനെ ഇപ്പൊ തന്നെ സെലക്ട് ചെയ്യണം. നാഥനില്ലാത്ത രാജ്യത്തെ ആക്രമിക്കപ്പെടാൻ ഒരുപാട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായവും പക്വതയുമുള്ള നല്ലൊരാളെ നിങ്ങൾ സെലക്ട് ചെയ്യണമെന്ന് മിനിസ്റ്റേഴ്സിനോട് പറഞ്ഞപ്പോൾ കിങ് ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ, മരിച്ചിട്ടില്ലല്ലോ, അതിന്റെ ആവശ്യമില്ല എന്ന് മിനിസ്റ്റേഴ്സ് എതിർക്കുന്നു. ഇപ്പുറത്ത് കിങ്ങിനെയും കൂട്ടരെയും ക്യാപിറ്റലിലോട്ടുള്ള എൻട്രൻസിൽ എത്തിച്ചിട്ട് സായിഷു തിരിച്ചുപോയി. അങ്ങനെ കിങ്ങിന്റെ വിഷയത്തിൽ മിനിസ്റ്റേഴ്സിനെ കബളിപ്പിക്കാൻ മിനിസ്റ്റർ സൂയിയുടെ കൂടെ നിന്ന ശേഷം തന്നെ ഏൽപ്പിച്ച ജോലി താൻ വൃത്തിയായി ചെയ്തെന്നും ഇനിയെങ്കിലും വാനറിനെ വെറുതെ വിടണമെന്നും പ്രിൻസ് ഹീച്ചിങ് മിനിസ്റ്റർ സൂയിയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ മിനിസ്റ്റർ സൂയി പറയുന്നു, ശരിയാണ്, പക്ഷെ നിനക്ക് ഇനിയൊരു ടാസ്കും കൂടി ഉണ്ട്. ആ ടാസ്കും കൂടി നീ വൃത്തിയായി ചെയ്യുകയാണെങ്കിൽ വാനറിനെ ഞാൻ ഒഫീഷ്യലായിട്ട് തന്നെ നിനക്ക് വിവാഹം കഴിച്ചു തരും എന്ന് വാക്കുകൊടുക്കുന്നു. ഇവിടെ ക്യാപിറ്റലിന്റെ എൻട്രൻസിൽ മിനിസ്റ്റർ സൂയിയുടെ ആൾക്കാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലീറ്റാവും കൂട്ടരും വന്നിട്ട് അവിടെയുള്ള സോൾജേഴ്സിനോട് പറയുന്നു, താൻ ഷിമി കിങ്ഡത്തിലെ സെക്കൻഡ് പ്രിൻസ് ആണെന്നും കിങ്ങിന് സുഖമില്ല എന്നറിഞ്ഞ് കിങ്ങിനെ സന്ദർശിക്കാൻ ഗിഫ്റ്റുമായിട്ട് വന്നതാണെന്നും പറയുന്നു. വരുന്നത് ആരാണേലും അവർ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്യാതെ അകത്തോട്ട് വിടാൻ ഞങ്ങൾക്ക് ഓർഡർ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കണം എന്ന് പറഞ്ഞ് അവർ കൊണ്ടുവന്ന പെട്ടി തുറന്നു നോക്കാൻ സോൾജിയേഴ്സ് ശ്രമിക്കുന്നു. അവർ തുറന്നു നോക്കാൻ വന്ന പെട്ടിയിലായിരുന്നു നമ്മുടെ കിങ്ങും ഹീറോയിനും ഒളിച്ചിരുന്നത്. അങ്ങനെ അവർ അത് തുറന്ന് കിങ്ങിനെ കണ്ടാൽ അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവും എന്ന് ഓർപ്പിച്ച് എല്ലാവരും തങ്ങളെ വാളൂരി നിശബ്ദരായി റെഡിയായി നിന്നപ്പോഴത്തേക്കിനും പ്രിൻസ് ഹീച്ചിങ് അങ്ങോട്ടേക്ക് വന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പ്രിൻസ് ഹീച്ചിങ് ചോദിച്ചപ്പോൾ, നിങ്ങളുടെ കിങ്ങിനെ കാണാൻ വേണ്ടി അന്യരാജ്യത്തുനിന്ന് വന്ന ഒരു പ്രിൻസിനെ നിങ്ങൾ ഇങ്ങനാണോ വരവേൽക്കുന്നത് എന്ന് ലീറ്റാവോ ചോദിക്കുന്നു. അപ്പോൾ അവിടെയുള്ള പട്ടാളക്കാരെ കൊണ്ട് ലീറ്റാവോട് മാപ്പ് പറയിച്ച ശേഷം വളരെ ആദരവോടുകൂടി പ്രിൻസ് ഹീച്ചിങ് ലീറ്റാവോയെ അകത്തോട്ട് ക്ഷണിച്ചു. അങ്ങനെ എല്ലാവരും പ്രിൻസ് ഹീച്ചിങ്ങിന്റെ വീട്ടിൽ സേഫായിട്ട് എത്തി. ഇന്ന് പ്രിൻസ് ഹീച്ചിങ് വന്നില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും പിടിക്കപ്പെട്ടേനെ. കിങ്ങെ, താങ്കൾ വേഗം പാലസിലോട്ട് പോയിട്ട് സൂയൻഷിയെ അറസ്റ്റ് ചെയ്യണം എന്ന് ലീറ്റാവോ പറഞ്ഞപ്പോൾ, ക്യാപിറ്റലിന്റെ എൻട്രൻസിൽ കടക്കാൻ തന്നെ നമ്മൾ ഒരുപാട് പാടുപെട്ടു. വലിയ സെക്യൂരിറ്റി ആയിരുന്നു. അപ്പൊ പിന്നെ പാലസിൽ എന്തായാലും ഇതിലേറെ സെക്യൂരിറ്റി ഉണ്ടാവും. എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ലീറ്റാവോ പറയുന്നു, താങ്കൾ ഒരു വയസ്സായ രാജാവ് തന്നെയാണ്. എന്തായാലും ഇനി എന്റെ ആവശ്യം താങ്കൾക്ക് ഇല്ലല്ലോ. ഞാൻ എന്നാ പിന്നെ എന്റെ രാജ്യത്തോട്ട് തിരിച്ചു പോവാണെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് അവൻ തിരിച്ചുപോയി. അങ്ങനെ അവിടെയുള്ള വേലക്കാരനെയും കോങ്ങിനെയും എല്ലാവരും പുറത്തോട്ട് പറഞ്ഞു വിട്ട ശേഷം പ്രിൻസ് ഹീച്ചിങ്ങും കിങ്ങും പ്രൈവറ്റായി സംസാരിക്കുകയാണ്. പ്രിൻസ് ഹീച്ചിങ് പറയുന്നു, നാളെ മിനിസ്റ്റർ സൂയി കിങ് മരിച്ചു എന്ന് ഒഫീഷ്യലായി അനൗൺസ് ചെയ്യും. എംപ്രസ് ഡോവേജറിന്റെ ടോക്കൺ ഉപയോഗിച്ച് കൊള്ളക്കാരെ അടിച്ചമർത്താൻ എന്ന പേരും പറഞ്ഞ് നമ്മുടെ സോൾജേഴ്സിനെ മുഴുവൻ ക്യാപിറ്റലിന്റെ പുറത്തേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മുടെ സോൾജേഴ്സിന് പകരം ഇപ്പൊ ഇവിടെ ഉള്ളത് മുഴുവനും സൂയിയുടെ സോൾജേഴ്സ് ആണ്. കിങ്ങിന്റെ അസുഖം മൂർച്ഛിച്ചു എന്നും എപ്പോൾ വേണേലും മരണം സംഭവിക്കാമെന്നും എല്ലാ മിനിസ്റ്റേഴ്സിനെയും വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കിങ് തന്റെ ആൾക്കാരെയും കൊണ്ട് എത്രയും പെട്ടെന്ന് പാലസിൽ എത്തിയാൽ മാത്രമേ നമുക്ക് സിറ്റുവേഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രിൻസ് ഹീച്ചിങ് പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ ഡോറിന് പുറത്ത് കാവൽ നിന്ന കോങ് ബോധം കെട്ട് വീഴുന്നു. കിങ് കുടിച്ച ടീയിലും വിഷമുണ്ടായിരുന്നു. അവിടെയുള്ള പട്ടാളക്കാരൻ ലൂവിന്റെ വാ മൂടുകയും പ്രിൻസ് ഹീച്ചിങ് തന്റെ കത്തി എടുത്തിട്ട് എന്നോട് ക്ഷമിക്കണേ ചെയ്യാൻ നിവൃത്തികേട് കൊണ്ടാണ് എന്ന് പറഞ്ഞു കിങ്ങിനെ കുത്തി. കുത്തേറ്റ കിങ് റൂമിന്റെ പുറത്തോട്ട് എങ്ങനെയൊക്കെയോ എത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കിനും ഹീറോയിൻ തിരിച്ചു വരികയും പ്രിൻസ് ഹീച്ചിങ്ങിനോട് എങ്ങനെയെങ്കിലും കിങ്ങിനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ പ്രിൻസ് ഹീച്ചിങ് തന്നെയാണ് അവനെ കുത്തിയതെന്നറിഞ്ഞ് അവൾ ആകെ ഷോക്കായി പോയി. അങ്ങനെ കിങ് മരിച്ച സങ്കടത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഹീറോയിന്റെ അടുത്തോട്ട് പ്രിൻസ് ഹീച്ചിങ് ചെന്നിട്ട് പറയുന്നു, നാളെ കിങ്ങിനെ അടക്കം ചെയ്യും. അടക്കത്തിന് ശേഷം കൊട്ടാരത്തിൽ നിന്നും ഞാൻ നിനക്ക് ഫ്രീഡം തരാം. നീ ഒരിക്കലും കൊട്ടാരത്തിലോട്ട് തിരിച്ചു വരരുത് എന്ന് പറഞ്ഞപ്പോൾ ഹീറോയിൻ അവസാനമായി കിങ്ങിനെ കാണാൻ പെർമിഷൻ ചോദിക്കുന്നു. അങ്ങനെ മരിച്ചു കിടക്കുന്ന കിങ്ങിന്റെ ബോഡിക്കരികിൽ വന്ന് അവൾ ഒരുപാട് പൊട്ടിക്കരയുന്നു. ചിയാൻ, നീ എന്നെ വിട്ടുപോയതെന്തിനാണ്? നീ എന്നെ കല്യാണം കഴിക്കാമെന്നും മരണം വരെ എന്റെ കൂടെ നിൽക്കാമെന്നും വാക്ക് തന്നതല്ലേ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് അവൾ ഒരു നൂലുകൊണ്ട് മോതിരമുണ്ടാക്കി അവന്റെ കൈകളിൽ ഇടുന്നു. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണ് എന്ന് പറഞ്ഞു പൊട്ടി പൊട്ടി കരയുന്നു. ഇപ്പുറത്ത് മിനിസ്റ്റർ സൂയുടെ ബോഡി ഗാർഡ് പ്രിൻസ് ഹീച്ചിങ്ങിന്റെ വീട്ടിലുള്ള വേലക്കാരിയോട് അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും ചോദിച്ചറിയുകയും കിങ് മരിച്ചു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. അങ്ങനെ കിങ്ങിനെ കൊലപ്പെടുത്തിയതുകൊണ്ട് തന്നെ വാനർ ഫ്രീ ആവും എന്ന് കരുതിയിരിക്കുന്ന പ്രിൻസ് ഹീച്ചിങ്ങിനെ തേടിയെത്തിയത് വലിയ ദുരന്തമായിരുന്നു. ഇന്നലെ രാത്രി കിങ്ങും കൂട്ടരും പ്രിൻസ് ഹീച്ചിങ്ങിനെ കാണാൻ ഇങ്ങോട്ട് വന്നു എന്നൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. കിങ് എന്തി എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു മിനിസ്റ്റർ സൂയി അങ്ങോട്ടേക്ക് വന്നത്.
അപ്പോഴത്തേക്കും അവിടെ ജോലിക്കാരിയായി നടിച്ചു നിന്ന മിനിസ്റ്റർ സൂയുടെ ആളായ പെണ്ണ് വന്നു പറയുന്നു, മിനിസ്റ്ററെ, കിങ് ഇങ്ങോട്ട് വന്നായിരുന്നു. പക്ഷെ പ്രിൻസ് ഹീജിങ് കിങ്ങിന് വിഷം കൊടുക്കുകയും കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറഞ്ഞു മൊഴി കൊടുക്കുന്നു. അപ്പോഴത്തേക്കും ലു അങ്ങോട്ടേക്ക് കിങ്ങിനെ പ്രിൻസ് ഹീജിങ് കൊന്നു എന്ന് പറഞ്ഞു ഓടി വന്നു. അങ്ങനെ കിങ്ങിനെ കൊന്ന രാജ്യദ്രോഹ കുറ്റത്തിന് പ്രിൻസ് ഹീജിങ്ങിനെ അറസ്റ്റ് ചെയ്യാൻ മിനിസ്റ്റർ സൂയി ഓർഡർ കൊടുത്തു. പക്ഷേ പ്രിൻസ് ഹീജിങ് അത്ഭുതകരമായി അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഡോക്ടർ വന്ന് കിങ്ങിന്റെ പൾസ് നോക്കി കിങ് മരിച്ചു എന്ന് ഉറപ്പുവരുത്തി. കിങ് മരണപ്പെട്ടു എന്ന് മിനിസ്റ്റേഴ്സിന് ബോധ്യമായതുകൊണ്ട് തന്നെ കിങ് മരിച്ചു എന്ന അടയാളമായ ബെല്ല് മുഴങ്ങി. ആ ബെല്ല് കേട്ടതും ചിരിച്ചുകൊണ്ട് പ്രിൻസ് ഹീജിങ് പറയുന്നു, മിനിസ്റ്റർ സൂയിക്ക് തീരെ ക്ഷമയില്ല. അപ്പോഴാണ് നമ്മൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. കുത്തേറ്റ് ബോധം പോയ കിങ്ങിനെ ഒരു ശവപ്പെട്ടിയിലാക്കുകയും പ്രിൻസ് ഹീജിങ് അവിടെ കിങ്ങിന് വേണ്ടി കാത്തുകയും ചെയ്തു. പെട്ടെന്ന് കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ കിങ്ങിന് ബോധം തിരിച്ചു കിട്ടി. കിങ്ങിനെ പിടിച്ച് സേഫായിട്ട് ഒരിടത്ത് തിരുത്തിയ ശേഷം പ്രിൻസ് ഹീജിങ് പറയുന്നു, കിയാൻ, നീ എന്നോട് ക്ഷമിക്കണം, ഇതൊക്കെ ഒരു ഡ്രാമയാണ്. നിന്നെ കൊന്നാലേ വാനറിനെയും എംപ്രസ് ഡോവേജറിനെയും റിലീസ് ചെയ്യുള്ളൂ എന്ന് മിനിസ്റ്റർ സൂയി പറഞ്ഞു. എന്റെ പാലസ് നിറയെ മിനിസ്റ്റർ സൂയിയുടെ ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ നിന്നോട് നേരത്തെ എനിക്കൊന്നും പറഞ്ഞു വെക്കാൻ കഴിഞ്ഞില്ല. എന്തേലും ഒരു ചെറിയ പാളിച്ച വന്നാൽ തന്നെ നിന്റെയും എന്റെയും വാനറിന്റെയും എംപ്രസ് ഡോവേജറുടെയും ഒക്കെ ജീവൻ അപകടത്തിലാവും. നമ്മുടെ ജീവൻ അപകടം വരാതെ നമ്മുടെ ശ്വാസത്തെ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു ടാബ്ലറ്റ് ഞാൻ നിനക്ക് തരാം. ഇതിന്റെ എഫക്ട് 4 മണിക്കൂറത്തേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മിനിസ്റ്റർ സൂയും ആൾക്കാരും നിന്റെ ബോഡി പാലസിലോട്ട് കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ നീ ഇത് കഴിക്കാവൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ക്യാപിറ്റലിന്റെ പുറത്തേക്ക് പറഞ്ഞയച്ച എന്റെ എല്ലാ സോൾജിയേഴ്സിനെയും പാലസിൽ എനിക്ക് എത്തിക്കാനുള്ള സമയം കിട്ടുകയുള്ളൂ. അങ്ങനെ എല്ലാ മിനിസ്റ്റേഴ്സിന്റെ മുമ്പിലും മിനിസ്റ്റർ സൂയിയുടെ മുഖംമൂടി അഴിക്കാനുള്ള പ്ലാൻ ആയിരുന്നു ഈ കൊലപാതകം. കിങ്ങിന്റെ ബോഡി പാലസിൽ എത്തിച്ച ശേഷം അന്ത്യകർമ്മത്തിന് വേണ്ടി ഗ്രാൻഡ് പ്രീസ്റ്റ് അങ്ങോട്ട് വന്നപ്പോൾ ഗ്രാൻഡ് പ്രീസ്റ്റിനോട് നമ്മുടെ ഹീറോയിൻ അവളെ കൂടി അകത്ത് കൊണ്ടുപോകാൻ പെർമിഷൻ ചോദിക്കുന്നു. അയാൾ കിങ്ങിന്റെ വിശ്വസ്തനായ ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പാലസിലോട്ട് നടന്നു പോകവേ അയാളോട് പറഞ്ഞു. അന്ന് രാത്രി കിങ്ങിനെ അവസാനമായി ഒന്ന് കാണാൻ പ്രിൻസ് ഹീജിങ്ങിനോട് പെർമിഷൻ ചോദിച്ച് നമ്മുടെ ഹീറോയിൻ അവിടെ ചെന്ന് കിങ്ങിന്റെ അടുത്തിരുന്ന് അവന് മോതിരം ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് കരഞ്ഞു. അവളുടെ കരച്ചിൽ കേട്ടിട്ട് സഹിക്ക വയ്യാതെ കിങ് ഉണരുകയും അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അവൾക്ക് വിശദമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പ്രിൻസ് ഹീജിങ്ങിനെ വിശ്വാസമില്ലാത്ത മിനിസ്റ്റർ സൂയി കിങ്ങിനെ അടക്കുന്നതിന് പകരം കത്തിക്കാനാണ് തീരുമാനിച്ചത്. എല്ലാ സത്യങ്ങളും അറിഞ്ഞ ഗ്രാൻഡ് പ്രീസ്റ്റ് ആട്ടെ 4 മണിക്കൂർ കണക്കാക്കാൻ വേണ്ടിയിട്ട് ഓരോ കാരണങ്ങൾ പറഞ്ഞ് സമയം നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് പ്രിൻസ് ഹീജിങ്ങും പട്ടാളവും പാലസിൽ എത്തിയെങ്കിലും കിങ് ഉണരാനുള്ള സമയം കാത്ത് അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഗ്രാൻഡ് പ്രീസ്റ്റിന്റെ പെരുമാറ്റത്തിൽ പന്തികേട് തോന്നിയ മിനിസ്റ്റർ സൂയി ആട്ടെ കിങ്ങിനെ ഉടൻ തന്നെ കത്തിച്ചില്ലാന്നുണ്ടെങ്കിൽ കിങ്ങിന്റെ അസുഖം എല്ലാവർക്കും പകരും, വേഗം തന്നെ കത്തിക്ക് എന്ന് പറഞ്ഞ് കത്തിക്കാൻ ഒരുങ്ങുന്നു. അവിടെയുള്ള പട്ടാളക്കാർ ചീത കത്തിക്കാൻ ഒരുങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ അലറി വിളിച്ച് കിങ് മരിച്ചിട്ടില്ല, കത്തിക്കരുത് എന്ന് കരയുന്നു. അത് ഹീറോയിൻ ആണെന്ന് മനസ്സിലാക്കിയ മിനിസ്റ്റർ സൂയി മിനിസ്റ്റേഴ്സിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവളെ ആരും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ചിതയ്ക്ക് തീ കൊളുത്തി. പക്ഷെ അപ്പോഴത്തേക്കിനും മരുന്നിന്റെ എഫക്ട് മാറി കിങ്ങിന് ശ്വാസം തിരിച്ചു കിട്ടുകയും കിങ് ഉണരുകയും ചെയ്തായിരുന്നു. പക്ഷെ എത്ര തുറക്കാൻ ശ്രമിച്ചിട്ടും ആ ശവപ്പെട്ടി തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല. നമ്മുടെ ഹീറോയിൻ ആട്ടെ കിങ് മരിച്ചിട്ടില്ല, എത്രയും പെട്ടെന്ന് തീ കെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരോടും ആവശ്യപ്പെടുന്നു. ആരും തന്നെ അവൾ പറയുന്നത് വിശ്വസിച്ചില്ല. എല്ലാവരും കിങ്ങിന് വേണ്ടിയിട്ടുള്ള അന്ത്യബഹുമാനം അർപ്പിച്ചു. എല്ലാം കണ്ട് സഹിക്കാൻ പറ്റാതെ ഹീറോയിൻ പറയുന്നു, കിങ് മരിച്ചിട്ടില്ലായിരുന്നു, നിങ്ങൾ എല്ലാവരും കിങ്ങിനെ കത്തിച്ചു കൊന്നതാണ്, ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ദൈവം തന്നോളും എന്ന് പറഞ്ഞ് ശപിച്ചതും മാനം ഇരുണ്ടു വരികയും അവിടെ ഭയങ്കരമായ മഴ പെയ്യുകയും ചെയ്തു. മഴ പെയ്തതുകൊണ്ട് തന്നെ കിങ്ങിന്റെ ചിതയിലെത്തി തന്നെത്താനെ കെട്ടു. അപ്പോഴത്തേക്കിനും കിങ് എണീക്കാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കിയ പ്രിൻസ് ഹീജിങ് തന്റെ പട്ടാളക്കാരെ കൊണ്ട് അകത്ത് കയറി. പ്രിൻസ് ഹീജിങ്ങിന്റെ പട്ടാളവും മിനിസ്റ്റർ സൂയുടെ പട്ടാളവും തമ്മിൽ അവിടെ വലിയൊരു ഫൈറ്റ് തന്നെ നടന്നു. എല്ലാവരുടെയും ശ്രദ്ധ മാറിയ സമയം നോക്കി നമ്മുടെ ഹീറോയിനും ഗ്രാൻഡ് പ്രീസ്റ്റും കൂടി കിങ്ങിന്റെ ശവപ്പെട്ടി തുറന്നു. ശവപ്പെട്ടിയിൽ നിന്നും ജീവനോടെ വന്ന കിങ്ങിനെ കണ്ട് എല്ലാ മിനിസ്റ്റേഴ്സും അത്ഭുതപ്പെട്ടു. അത് കണ്ടത് മിനിസ്റ്റർ സൂയി പറയുന്നു, നിങ്ങൾ ഒരിക്കലും ഇത് വിശ്വസിക്കരുത്, ഇത് ഈ മന്ത്രവാദിനി ചെയ്ത പണിയാണ്, ഇതൊരിക്കലും കിങ് അല്ല, കിങ്ങിന്റെ പ്രേതമാണ്, നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്, എത്രയും പെട്ടെന്ന് ഇവരെ രണ്ടുപേരെ നിങ്ങൾ കൊല്ലണമെന്ന് എല്ലാവരോടും ഓർഡർ ചെയ്തു. അപ്പോഴത്തേക്കിനും കിങ് പറയുന്നു, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ആരാണ് മിനിസ്റ്റർ സൂയുടെ ഓർഡർ സ്വീകരിക്കുന്നത്? ഞാൻ ഇവിടെ ജീവനോടെ തന്നെ ഉണ്ട്, ഞാൻ ഒരിക്കലും മരിച്ചിട്ടില്ല, ഞാൻ മരണം അഭിനയിച്ചതാണ്. മിനിസ്റ്റർ സൂയി കാരണമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. മിനിസ്റ്റർ സൂയിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അവൻ നടന്ന കാര്യങ്ങളെല്ലാം എല്ലാവരുടെ മുമ്പിലും പറയുന്നു. അത് കേട്ടതും മിനിസ്റ്റർ സൂയി കിങ്ങിനെ കൊല്ലാൻ വാളൂരിയെങ്കിലും കിങ് അയാളെ കീഴ്പ്പെടുത്തി. എന്നിട്ട് അവിടെ നിന്ന് മിനിസ്റ്റർ സൂയുടെ ആൾക്കാരോട് പറഞ്ഞു, ഇനി ആർക്കെങ്കിലും എന്നെ എതിർക്കണോ, മിനിസ്റ്റർ സൂയുടെ കൂടെ നിൽക്കണോ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സാഹചര്യം കാരണമാണ് മിനിസ്റ്റർ സൂയുടെ കൂടെ നിന്നേ എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മാപ്പ് തരുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതിലും എന്റെ ഭാഗത്ത് നിന്നും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ എന്റെ തെറ്റുകളെല്ലാം തിരുത്തി നല്ലൊരു ഭരണാധികാരിയാവാം എന്ന് അവർക്ക് എല്ലാവർക്കും വാക്കുകൊടുത്തു. കിങ്ങിന്റെ നല്ല മനസ്സ് കണ്ട് മിനിസ്റ്റർ സൂയുടെ ആൾക്കാരും കിങ്ങിനെ അടിമപ്പെട്ടുകൊണ്ട് കിങ്ങിനെ വാഴ്ത്തുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് എന്ന് കമന്റ് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്